24 റൗണ്ട് ഓഫ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ കേന്ദ്രം നൽകിയ വായ്പാ തുക വകുപ്പുകൾക്ക് കൈമാറാൻ ധാരണ. ഡെപ്പോസിറ്റ് സ്കീം പ്രകാരം പദ്ധതി നടപ്പാക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ധാരണ. പുനരധിവാസത്തിൽ വീടുകളുടെ ചെലവ് പുനഃപരിശോധിക്കാനും സർക്കാരിന് നിർദ്ദേശം. തുക പുനഃപരിശോധിക്കാൻ കിഫ്കോണിനോട് ആവശ്യപ്പെടും. തുക കൂടിപ്പോയി എന്ന വിമർശനം സ്പോൺസേഴ്സും പ്രതിപക്ഷവും ഉന്നയിച്ചിരുന്നു. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങൾ ഏത് തരത്തിലാണ്? തുകയുടെ വിനിയോഗം സംബന്ധിച്ചെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ഈ പുനരധിവാസത്തിൽ വീടുകളുടെ ചെലവ് പുനഃപരിശോധിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അതും പ്രധാനമാണ്. വിശദാംശങ്ങൾ എന്താണ് ശ്രീജിത്ത്? ശ്രീജിത്ത്, വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാന യോഗങ്ങളാണ് ഇന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നടത്തിയത്. വകുപ്പ് സെക്രട്ടറിമാരുമായുള്ള ആദ്യത്തെ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ പുനർനിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്ന 529.5 കോടി രൂപയുടെ വിനിയോഗം എങ്ങനെയാവണമെന്നായിരുന്നു. വായ്പാ തുക വകുപ്പുകൾക്ക് കൈമാറാനാണ് മുഖ്യമന്ത്രി തല യോഗത്തിൽ ധാരണയായിരിക്കുന്നത്. വയനാട് പുനർനിർമ്മാണത്തിലുള്ള കേന്ദ്ര വായ്പാ പദ്ധതികൾ ഡെപ്പോസിറ്റ് സ്കീം പ്രകാരമായിരിക്കും നടപ്പാക്കുക. അതായത് ഓരോ പദ്ധതിയുടെയും നിർവഹണ വകുപ്പുകൾക്ക് ഈ തുക കൈമാറി യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിന് അയക്കാനാണ് ഇപ്പോഴത്തെ ധാരണ. ഇതിനൊപ്പം തുക ചെലവഴിക്കാൻ ഇളവ് തേടി കേന്ദ്രത്തെ സമീപിക്കും. മുഖ്യമന്ത്രി തന്നെ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് കത്തെഴുതാനുള്ള ധാരണയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പുനരധിവാസം വേഗത്തിലാക്കാനാണ് വൈകുന്നേരത്തെ യോഗത്തിന്റെ തീരുമാനം. വയനാട് പുനരധിവാസ നടപടികൾ അതിൽ എസ്റ്റേറ്റ് ഏറ്റെടുക്കലും ടൗൺഷിപ്പ് നിർമ്മാണവും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഗുണഭോക്തൃ പട്ടികയുടെ 2ാം ഘട്ടം ഉടൻ പ്രസിദ്ധീകരിക്കും. അപകട മേഖലയിൽ താമസിക്കുന്ന ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള പട്ടികയാണ് 2ാം ഘട്ടത്തിൽ വരുന്നത്. ഗുണഭോക്തൃ പട്ടികയിലുള്ളവരോട് ടൗൺഷിപ്പിൽ താമസിക്കാനുള്ള താല്പര്യം ആരായാനും തീരുമാനിച്ചിട്ടുണ്ട്. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ടൗൺഷിപ്പുകൾ നിർമ്മിക്കുന്ന 1000 സ്ക്വയർ ഫീറ്റ് വീടിന് 33 ലക്ഷം രൂപ ചെലവാകുമെന്നാണ് പ്രാഥമിക എസ്റ്റിമേറ്റ്. കൺസൾട്ടന്റായ കിഫ്കോണാണ് ഈ എസ്റ്റിമേറ്റ് നൽകിയത്. ഈ തുകയിൽ സ്പോൺസർമാർ അടക്കം സംശയവും ആശങ്കയും പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ഈ തുക പുനഃപരിശോധിക്കണമെന്ന് കിഫ്കോണോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് എസ്റ്റിമേറ്റ് തുക പുനർനിശ്ചയിച്ചേക്കും എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ആർ ശ്രീജിത്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ റാഗിംഗ് നടന്നതായി സ്ഥിരീകരിച്ച് ആന്റി റാഗിംഗ് കമ്മിറ്റി. ബയോടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥി ബിൻസ് ജോസാണ് പ്രിൻസിപ്പലിനും കഴക്കൂട്ടം പോലീസിലും പരാതി നൽകിയത്. 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ 7ഓളം പേർക്കെതിരെയാണ് പരാതി. CCTV ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും പരിശോധിച്ചാണ് റാഗിംഗ് നടന്നതായി കണ്ടെത്തിയത്. ഞാനും എൻ്റെ കൂട്ടുകാരൻ അഭിഷേകം കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ സീനിയർ പയ്യന്മാർ നമ്മൾ തടഞ്ഞു നിർത്തി അടിക്കുമായിരുന്നു. അതെനിക്ക് ഒരു വേലു എന്ന് പറഞ്ഞ ഒരാൾ എന്നെ യൂണിറ്റ് റൂമിൽ കൊണ്ടു നിർത്തിയിട്ട് എന്നെ മുട്ടുകുത്തിയിരുത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ ക്രിക്കറ്റിൻ്റെ സ്റ്റമ്പൊക്കെ പിടിച്ച് വെച്ചിട്ട് എന്നെ അടിക്കുമെന്നാണ് പറഞ്ഞത്. ഇരുന്നില്ലെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞ് എന്നിട്ട് ഒരു അടി തന്നു, കവലത്തൊരു അടി തന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ചോദിച്ചു, തൊണ്ടാണ്ട് വെള്ളം ചോദിച്ചപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ട് വെള്ളം ഒരു വിവരങ്ങളുമായി അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, ഈ റാഗിംഗ് നടന്നു എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം അന്വേഷണത്തിന് ശേഷം വരികയാണ്. ഇനിയിപ്പോൾ തുടർന്നുള്ള നടപടികൾ എങ്ങനെയാണ് അജീഷ്? അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് അല്പസമയത്തിനകം വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ റാഗിംഗ് നടന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നു ആന്റി റാഗിംഗ് കമ്മിറ്റി. ബയോടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥിയാണ് ബിൻസ് ജോസ് എന്നു പേരുള്ള 1ാം വർഷ വിദ്യാർത്ഥിയാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നത്. കോളേജ് അധികൃതർക്ക് അതുപോലെ തന്നെ പോലീസിലും ഈ പരാതി ഇതിനോടകം എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നടന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ റാഗിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരുന്നത്. 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. 7 പേർക്കെതിരെയാണ് നിലവിൽ 1ാം വർഷ വിദ്യാർത്ഥി പരാതി നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ആന്റി റാഗിംഗ് കമ്മിറ്റി അന്വേഷണത്തിൻ്റെ ഭാഗമായി അവിടെയുള്ള CCTV ദൃശ്യങ്ങൾ, സാക്ഷിമൊഴികൾ അടക്കം പരിശോധിച്ചിരുന്നു. അതിനുശേഷമാണ് റാഗിംഗ് നടന്നിട്ടുണ്ട് എന്ന കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. 24 റൗണ്ട് ഓഫിലേക്ക് വീണ്ടും. സംസ്ഥാന കോൺഗ്രസിൽ തലവേദന സൃഷ്ടിച്ച ശശി തരൂരിന്റെ ലേഖന വിവാദത്തിൽ ഇടപെട്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വം. AICC നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ KPCC അധ്യക്ഷൻ K സുധാകരൻ ശശി തരൂരുമായി സംസാരിച്ചു. അതിനിടെ CPM-നെ നരഭോജി എന്ന് വിശേഷിപ്പിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ശശി തരൂർ പിൻവലിച്ചു. വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ ലേഖന വിവാദത്തിന് പിന്നാലെ അസാധാരണ നീക്കങ്ങളും പ്രതികരണങ്ങളുമാണ് കോൺഗ്രസിൽ നിന്നും ഉണ്ടാകുന്നത്. സംസ്ഥാന കോൺഗ്രസിൽ വേണ്ട വിധത്തിലുള്ള പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതി ശശി തരൂരിനുണ്ടായിരുന്നു. ഈ പരാതികൾ ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ തരൂർ തന്നെ കുപ്പിയിൽ നിന്നും തുറന്നുവിട്ട ഭൂതമാണ് ലേഖന വിവാദമെന്ന് കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് തന്നെ അഭിപ്രായമുണ്ട്. വിവാദം പാർട്ടിക്കുള്ളിൽ പ്രശ്നമായതോടെയാണ് AICC നേതൃത്വത്തിന് ഇടപെടൽ. KPCC അധ്യക്ഷൻ K സുധാകരൻ പാർട്ടി നിലപാടിനൊപ്പം നിൽക്കണമെന്ന് ശശി തരൂരിനോട് ആവശ്യപ്പെട്ടു. ശശി തരൂരിൻ്റേത് വ്യക്തിപരമായ അഭിപ്രായമെന്നായിരുന്നു K സുധാകരന്റെ പ്രതികരണം.
ഞാൻ പറയേണ്ട കാര്യം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. നല്ല ഉപദേശം കൊടുത്തിട്ടുണ്ട് ശശി തരൂറിന്. വ്യക്തിപരമായി ഞാൻ എൻ്റെ സ്വാതന്ത്ര്യമെല്ലാം എടുത്ത് നല്ല ഉപദേശം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉറച്ച നിലപാടിലാണ്. ശശി തരൂരിനെ കണക്കുകൾ നിർത്തി ബോധ്യപ്പെടുത്തുമെന്ന് വി ഡി സതീശൻ. അത് ഇന്നലെ പറഞ്ഞല്ലോ, കറക്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിനുള്ള മറുപടിയല്ല. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഞങ്ങൾ ബ്രീഫ് ചെയ്ത് കൊടുക്കും അദ്ദേഹത്തിനുണ്ടെങ്കിൽ. ഇതിനിടെയാണ് CPIM-നെ വിമർശിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ശശി തരൂർ പിൻവലിച്ചത്. CPIM നരഭോജികൾ കൊലപ്പെടുത്തിയ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും രക്തസാക്ഷി ദിനം എന്നായിരുന്നു ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ CPIM നരഭോജികൾ എന്നുള്ളത് ഒഴിവാക്കി കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ചിത്രങ്ങൾ മാത്രം ഉൾപ്പെടുത്തി പുതിയ പോസ്റ്റ് പിന്നീട് പ്രത്യക്ഷപ്പെട്ടു. ഇതും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഡോക്ടർ ശശി തരൂർ MP-യുടെ ലേഖനം കോൺഗ്രസിനുള്ളിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്ന് നേതാക്കൾ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തരൂർ അനാവശ്യ വിവാദമുണ്ടാക്കി എന്നാണ് കുറ്റപ്പെടുത്തൽ. എന്നാൽ തരൂരിനുള്ള പിന്തുണ ആവർത്തിക്കുകയാണ് CPIM. ഡോക്ടർ ശശി തരൂർ MP-യുടെ ലേഖനമുണ്ടാക്കിയ തലവേദനയിലാണ് കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ലേഖനം അണികളിൽ അനാവശ്യ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നാണ് കോൺഗ്രസിനുള്ളിലെ പൊതുവികാരം. അദ്ദേഹം വികാരം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനത്തെ ലേഖനം പ്രസിദ്ധീകരിക്കില്ലായിരുന്നു. കാരണം സാധാരണ പ്രവർത്തകരാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ, അവരാണ് സ്ഥാനാർത്ഥികൾ, നേതാക്കന്മാരല്ല. ഇവിടെയും ദേശീയ നേതൃത്വം പറഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് തരൂരിൻ്റെ ഈ നയം തിരുത്തണമെന്ന് ഹൈക്കമാൻഡ് ഒരു പക്ഷേ നിർദ്ദേശം കൊടുത്തിരിക്കാം. ഏതായാലും അദ്ദേഹം നിലപാട് തിരുത്തി പാർട്ടി ലൈനോടൊപ്പം നിൽക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുൻപ് വിവാദമുണ്ടായ സമയത്തെല്ലാം ശശി തരൂരിനെ പിന്തുണച്ച നേതാക്കളും ഇപ്പോൾ പരസ്യമായി തരൂരിനെ പിന്തുണയ്ക്കാൻ തയ്യാറാകുന്നില്ല. ശശി തരൂർ തെറ്റിദ്ധരിക്കപ്പെട്ടെന്ന് മാത്യു കുഴൽനാടൻ. കേന്ദ്ര സർക്കാർ ഈസ് ഓഫ് ഡൂയിങ്ങിൽ കേരളം റാങ്കിങ്ങിൽ നമ്പർ 1 ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് ഈ സർക്കാരിൻ്റെയും ഈ വ്യവസായ മന്ത്രിയുടെയും ഒരു പ്രചരണത്തിന്റെ ഭാഗം മാത്രമാണ്. ആ ഭാഗം തരൂർ ഡ്രോ ചെയ്തത് മിസ്ലീഡിംഗ് ആയിപ്പോയി. വ്യവസായങ്ങളെ വെള്ളപുതച്ചവർക്ക് ശുദ്ധിപത്രം നൽകുന്നത് ആരാച്ചാർക്ക് അഹിംസ അവാർഡ് നൽകുന്നത് പോലെയാണെന്നായിരുന്നു കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിലെ വിമർശനം. എന്നാൽ വിവാദത്തിൽ ശശി തരൂരിനുള്ള പിന്തുണ ആവർത്തിക്കുകയാണ് CPIM നേതാക്കൾ. ഞങ്ങൾക്കതിൽ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ശരി പറയുന്നത് എങ്ങനെയായാലും ആരായാലും അത് അംഗീകരിക്കുക. ആ അർത്ഥത്തിൽ ശശി തരൂർ പറഞ്ഞ ശരി ഞങ്ങൾ അംഗീകരിക്കും. ഡോക്ടർ ശശി തരൂരിന്റെ നിലപാടിനെ പിന്തുണച്ചായിരുന്നു CPIM-ന്റെയും CPI-യുടെയും മുഖപത്രങ്ങളായ ദേശാഭിമാനിയിലെയും ജനയുഗത്തിലെയും ലേഖനങ്ങൾ. വിവാദത്തിൽ ശശി തരൂരിനെ പൂർണ്ണമായും പിന്തുണച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്തെത്തി. 24 തിരുവനന്തപുരം. ഫേസ്ബുക്കിൽ CPIM-നെതിരായ നരഭോജി പരാമർശം പിൻവലിച്ച സംഭവത്തിൽ ശശി തരൂരിന്റെ ഓഫീസിന് മുന്നിൽ പോസ്റ്റർ. KSUവിന്റെ പേരിലാണ് പോസ്റ്റർ. നരഭോജികൾ തന്നെയാണ്, ആരല്ലെന്ന് എത്ര തവണ പറഞ്ഞാലും എന്നാണ് പോസ്റ്ററിൽ ഉള്ളത്. ഷുഹൈബ്, കൃപേഷ്, ശരത്ലാൽ എന്നിവർ കമ്മ്യൂണിസ്റ്റ് നരഭോജികൾ കൊന്നുതള്ളിയ സഹോദരങ്ങളെന്നും പോസ്റ്ററിലുണ്ട്. പെരിയ അനുസ്മരണ വേദിയിൽ CPIM-നെതിരെ തെറിവിളിയും ഭീഷണിയുമായി കോൺഗ്രസ് നേതാക്കൾ. CPIM നേതാക്കൾക്കെതിരെ അതിരൂക്ഷ അസഭ്യ പ്രയോഗങ്ങളോടെയായിരുന്നു KPCC അധ്യക്ഷൻ K. സുധാകരന്റെ പ്രസംഗം. പരോളിൽ നാട്ടിലിറങ്ങി സ്വൈര്യമായി നടക്കാമെന്ന് പ്രതികൾ കരുതേണ്ട എന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭീഷണി. പെരിയ കേസിൽ കൊച്ചി CBI കോടതിയുടെ വിധി വന്ന ശേഷമുള്ള ആദ്യ അനുസ്മരണ യോഗത്തിലാണ് KPCC അധ്യക്ഷൻ K. സുധാകരന്റെ പ്രസംഗം. കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാരെ ആശുപത്രിയിലാക്കിയത് ഓർമ്മപ്പെടുത്തിയ K. സുധാകരൻ കോൺഗ്രസ് സമാധാനം പാലിക്കുന്നതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ജീവിച്ചിരിക്കുന്നതെന്നും പറഞ്ഞു. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഓർമ്മ പുതുക്കിയ K. സുധാകരൻ CPIM-കാർക്കെതിരെ ചൊരിഞ്ഞത് അസഭ്യവർഷം. എന്തിനാണ് ഈ കുട്ടികളെ ഇല്ലാതാക്കിയത് എന്നതിന് CPM-ന്റെ തെണ്ടികൾ മറുപടി പറയണം. എന്ത് കിട്ടി CPM-ന്? 2 ചെറുപ്പക്കാരെ, 2 കുടുംബത്തെ തെരുവാധാരമാക്കിയ ഈ നാണം കെട്ട ചെറ്റകൾക്ക് എന്ത് കിട്ടി എന്ന് എന്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കണം. പെരിയ കേസിൽ പരോളിന് അപേക്ഷ നൽകിയവർ പുറത്തിറങ്ങി സ്വൈര്യമായി നടക്കാമെന്ന് കരുതേണ്ട എന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ഭീഷണി. അങ്ങനെ പരോളിന് ഇറങ്ങാമെന്നോ, അങ്ങനെ പരോളിനിറങ്ങിയാൽ സ്വൈര്യമായി നടക്കാമെന്നോ ഒരു സുമേഷും ഒരു സുരേന്ദ്രനും വിചാരിക്കേണ്ട എന്ന കൃത്യമായ താക്കീത് കൂടിയാണ് ഈ അവസരത്തിൽ തരുവാൻ ആഗ്രഹിക്കുന്നത്. CPIM-ന്റെ കൊലപാതക രാഷ്ട്രീയം നാടിന്റെ സംസ്കാരത്തിന് കളങ്കമായെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും പറഞ്ഞു. 24 കാസർഗോഡ്. പത്തനംതിട്ട പെരുന്നാട് ജിതിൻ വധക്കേസിൽ മുഴുവൻ പ്രതികളും അറസ്റ്റിൽ. മുഖ്യപ്രതി വിഷ്ണു ഉൾപ്പെടെ 5 പ്രതികളെ ആലപ്പുഴയിലെ നൂർനാട് നിന്നാണ് പോലീസ് പിടികൂടിയത്.
പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്നും കൊലയ്ക്കുപയോഗിച്ച ആയുധങ്ങളും പോലീസ് പിടിച്ചെടുത്തു. ആകെ 8 പ്രതികളാണ് കേസിലുള്ളത്. കൊലപാതകത്തിൽ രാഷ്ട്രീയ വൈരം ഒന്നും ചൂണ്ടിക്കാട്ടാതെയാണ് എഫ്ഐആർ. എന്നാൽ ജിതിനെ കൊലപ്പെടുത്തിയത് RSS എന്ന് ആവർത്തിക്കുകയാണ് CPIM. ജിതിനെ കുത്തിയ മുഖ്യപ്രതി വിഷ്ണു ഉൾപ്പെടെ 5 പ്രതികളെയാണ് ഇന്ന് ഉച്ചയോടെ പോലീസ് നൂറനാട് എന്ന് പിടികൂടിയത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് ആയുധങ്ങളും പോലീസ് പിടിച്ചെടുത്തു. ഈ ആയുധങ്ങളാണോ കൊലയ്ക്ക് ഉപയോഗിച്ചതെന്ന് ഉറപ്പുവരുത്തും. കേസിലെ പ്രതിയായ ആരോമലും കൊല്ലപ്പെട്ട സംഘത്തിലുണ്ടായിരുന്ന അനന്തവും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് ഒടുവിൽ ആക്രമണത്തിലേക്കും അരുംകൊലയിലേക്കും എത്തിയത്. എഫ്ഐആറിൽ കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടെന്ന പരാമർശമില്ല. CITU പ്രവർത്തകനായ ജിതിനെ കൊലപ്പെടുത്തിയത് RSS ആണെന്ന് CPIM ആരോപിക്കുന്നു. ഇവർ രാഷ്ട്രീയ കൊലപാതകമായതുകൊണ്ടാണല്ലോ ഇവർ പ്ലാൻ ചെയ്ത് ഇവരുടെ കയ്യിൽ വാളും ആയുധങ്ങളും എല്ലാം ഉണ്ടായിരുന്നല്ലോ. സ്വാഭാവികമായി തന്നെ ഒരു അവിടെ കൊലപാതകം നടത്താൻ തന്നെ വന്നതാണ്. ആരോപണം തള്ളി BJP ജില്ലാ പ്രസിഡന്റ് VS സൂരജ്. പെരുന്നാട്ടിൽ ഇന്നലെ രാത്രി ജിതിൻ എന്ന് പറഞ്ഞ ആൾ കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. തന്റെ മകന് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ലെന്നും ടിപ്പർ ഉടമകളുടെ CITU സംഘടനയിൽ മകൻ അംഗത്വമുണ്ടെന്നും കേസിൽ 1-ാം പ്രതി നിഖിലേഷിന്റെ അമ്മ മിനി. എൻ്റെ കുഞ്ഞ് ഇന്ന് വരെ വയസ്സ് 30 ഉണ്ട്. ഒരു രാഷ്ട്രീയത്തിൽ ഇന്ന് വരെ അവൻ പോയിട്ടില്ല. പിന്നെ CITUവിൻ്റെ ടിപ്പർ അസോസിയേഷൻ ഉണ്ട്, അതിനകത്തിൽ അവൻ പോകുമായിരുന്നു. അതായത് കല്ലെടുക്കാൻ ചെല്ലുമ്പം അവിടെ അവർക്ക് മുൻഗണന കിട്ടണമെന്നുള്ള ഒരു ഇതിൽ അങ്ങനെ ഒരു CITU അസോസിയേഷനിൽ മാത്രമേ പോയിട്ടുള്ളൂ. അല്ലാതെ പഠിക്കുന്ന കാലത്ത് ഒരു പാർട്ടിയിലും പോകത്തില്ല. ജിതിന്റെ കൊലപാതകത്തെ തുടർന്ന് സംഘർഷത്തിന് സാധ്യതയുള്ള മേഖലകളിൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. റാന്നി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. 24 പത്തനംതിട്ട. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് മോഷണക്കേസ് പ്രതി റിജോ ആന്റണിയുമായി തെളിവെടുപ്പ് നടത്തി പോലീസ്. പ്രതിയുടെ വീട്ടിലും ഫെഡറൽ ബാങ്കിലും റിജോ പണം തിരികെ നൽകിയ സുഹൃത്തിന്റെ വീട്ടിലുമാണ് തെളിവെടുപ്പ് നടത്തിയത്. മോഷ്ടിച്ച തുകയിൽ 14,90,000 രൂപ കണ്ടെത്തി. പ്രദേശവാസിയായ സ്ത്രീയുടെ മൊഴിയാണ് റിജോയെ കുടുക്കിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മോഷണം ആസൂത്രണം ചെയ്തതിന് പിന്നാലെ സുഹൃത്തുക്കളുമായി പള്ളിപ്പെരുന്നാൾ ആഘോഷിക്കുന്ന റിജോ ആന്റണിയുടെ ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടു. ഒരിക്കലും പിടിവീഴില്ല എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു പ്രതി. പക്ഷേ CCTV ദൃശ്യങ്ങളും പ്രദേശവാസിയായ സ്ത്രീയുടെ മൊഴിയും റിജോയെ കുടുക്കി. ഒടുവിൽ കുറ്റമേറ്റു പറഞ്ഞ റിജോ പോലീസിന് മുന്നിൽ വിങ്ങിപ്പൊട്ടി. ബാങ്ക് ജീവനക്കാർ ചെറുത്തിരുന്നുവെങ്കിൽ മോഷണം നടക്കില്ലായിരുന്നുവെന്നാണ് റിജോയുടെ മൊഴി. പ്രതിയുടെ വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിൽ 12 ലക്ഷം രൂപ കണ്ടെത്തി. റിജോയുടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് 2.9 ലക്ഷം രൂപയും കത്തിയും ലഭിച്ചു. 10,000-ഓളം രൂപ പ്രതി ചെലവാക്കിയെന്നാണ് പോലീസിനോട് പറഞ്ഞത്. 4 ദിവസം മുൻപ് ബാങ്കിലെത്തിയ റിജോ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ബാങ്കിൽ കാര്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലെന്നുറപ്പിച്ച ശേഷമാണ് മോഷണം നടത്തിയത്. ആഡംബര ജീവിതത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ റിജോ ബാങ്ക് കൊള്ളയടിച്ചെന്നാണ് നൽകിയിരിക്കുന്ന മൊഴി. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യും. 24 തൃശൂർ. ഖത്തർ അമീർ ഷെയ്ഖ് ഹമീം ബിൻ ഹമദ് അൽത്താനി ഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി ഖത്തർ അമീറിനെ സ്വീകരിച്ചു. പ്രോട്ടോകോൾ മാറ്റിവെച്ച് വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് ഖത്തർ അമീറിനെ പ്രധാനമന്ത്രി സ്വീകരിച്ചത്. വിനീത VG വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയാണ്. നാളെ നിർണായകമായ ചർച്ചകൾ നടക്കാൻ പോകുന്നു. വിശദാംശങ്ങൾ എന്താണ് വിനീത? ടിക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രോട്ടോകോളുകൾ മാറ്റിവെച്ച് പ്രധാനമന്ത്രി നേരിട്ടെത്തിയാണ് ഖത്തർ അമീറിനെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം ആലിംഗനം ചെയ്യുന്ന ഇരു നേതാക്കളും പരസ്പരം ആലിംഗനം ചെയ്ത് അവരുടെ ആ സൗഹൃദം വീണ്ടും പുതുക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറും അവിടെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നതിനായി എത്തിയിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് തന്റെ സഹോദരന് സ്വാഗതം എന്നാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് എക്സ്പോസിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ നാളെ ചില കൂടിക്കാഴ്ചകൾ സന്ദർശനങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം സന്ദർശനങ്ങൾക്കായി താൻ കാത്തിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ എക്സ്പോസിൽ കുറിച്ചിട്ടുണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഡൽഹിയിലെത്തിയ അമീറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ആ സന്ദർശനം ഫലപ്രദമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അത്തരത്തിലേക്കുള്ള ആശംസകൾ നേരുന്നുവെന്നും അറിയിച്ചിട്ടുണ്ട്. നാളെ ചില നിർണായകമായിട്ടുള്ള ചർച്ചകളും കൂടിക്കാഴ്ചകളും ഒക്കെ തന്നെ ഉണ്ടായേക്കും.
ശരി, വിനിത വി ജി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. പ്രോട്ടോകോൾ മറികടന്നുകൊണ്ട് വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് ഖത്തർ അമീറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ത്രിഭാഷാ പോളിസി തമിഴ്നാട്ടിലും നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ മറുപടി. തീരുമാനത്തെ പിന്തുണച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ രംഗത്തെത്തി. അതേസമയം നയമൊരിക്കലും നടപ്പാക്കില്ലെന്ന് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ വ്യക്തമാക്കി. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള ത്രിഭാഷാ പോളിസി ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് തമിഴ്നാട് സർക്കാർ. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ കടുത്ത വിമർശനങ്ങൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മറുപടിയുമായെത്തി. വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള എല്ലാ പോളിസികളും തമിഴ്നാട്ടിൽ നടപ്പാക്കും. Tamil is one among the oldest language of our civilization. But what is wrong if a student in Tamil Nadu will learn come to the multilingual aspect in his study? Some friends in Tamil Nadu are doing politics, but certainly Government of India is committed to implement NEP and there are certain conditions with NEP. തമിഴ്നാടിന് ഒരു ഫണ്ടും തടഞ്ഞുവച്ചിട്ടില്ലെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. നയത്തെ പിന്തുണച്ച് BJP അധ്യക്ഷൻ കെ അണ്ണാമലൈ രംഗത്തുവന്നു. സ്വകാര്യ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ 3 ഭാഷ പഠിക്കുന്നുണ്ട്. സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾക്ക് അവ നിഷേധിക്കുന്നത് ക്രൂരമാണെന്നും അണ്ണാമലൈ. தனியார் பள்ளியில் படிக்கக்கூடிய மாணவர்களும் ஸ்டேட் போர்டு சிலபஸ் இருக்கு, CBSE இருக்கு, ICSE இருக்கு, IB சிலபஸ் இருக்கு. இதெல்லாம் எடுத்து பார்த்தீங்கன்னா 30 லட்சம் பேர் CBSE, ICSE, IB இதுக்குள்ள வந்துகிட்டு இருக்காங்க. அப்படி என்றால் குறைந்தபட்சம் 30 லட்சம் மாணவர்கள் தமிழ்நாட்டில் 3 மொழி படிக்கிறாங்க. അതേസമയം നയം അംഗീകരിക്കാനാകില്ലെന്ന് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ഇന്നും ആവർത്തിച്ചു. തമിഴ്നാട്ടിലെ BJP ഇതര പാർട്ടികളെല്ലാം ത്രിഭാഷാ നയത്തിന് എതിരാണ്. 24 ചെന്നൈ. 24 റൗണ്ടപ്പിലേക്ക് വീണ്ടും പാതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തകൃഷ്ണൻ ആളുകളിൽ നിന്ന് വാങ്ങിയത് 143.5 കോടി രൂപയെന്ന് ക്രൈംബ്രാഞ്ച്. പ്രതിയുടെ 21 അക്കൗണ്ടുകളിലേക്ക് പണമെത്തി. അനന്തകൃഷ്ണനെ 2 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. സംസ്ഥാനത്ത് 20,163 പേരിൽ നിന്നായി പ്രതി അനന്തകൃഷ്ണൻ 60,000 രൂപ വീതം വാങ്ങിയെന്നാണ് മൂവാറ്റുപുഴ കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയത്. പ്രതിയുടെ 21 അക്കൗണ്ടുകളിൽ 143.5 കോടി രൂപ എത്തിയെന്നും ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. പ്രതി അനന്തകൃഷ്ണനെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടെങ്കിലും 2 ദിവസത്തെ കസ്റ്റഡി മാത്രമാണ് കോടതി അനുവദിച്ചത്. അന്വേഷണ സംഘത്തോടെല്ലാം തുറന്നു പറയുമെന്ന് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോൾ പ്രതി പറഞ്ഞു. അന്വേഷണമായിട്ട് സഹകരിക്കും. കേസിൽ പ്രതി ചേർക്കപ്പെട്ട കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ പങ്ക് എന്ത് എന്നത് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. റിപ്പോർട്ട് ലഭിക്കും വരെ ലാലി വിൻസെന്റിന്റെ അറസ്റ്റ് ഉണ്ടാകരുതെന്ന് കോടതി വാക്കാൽ നിർദ്ദേശം നൽകി. അതിനിടെ തട്ടിപ്പിനിരയായ വനിതകൾ കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. പ്രൊമോട്ടർമാർക്കും കോർഡിനേറ്റർമാർക്കുമെതിരെ കേസെടുക്കണമെന്നായിരുന്നു ആവശ്യം. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിലും പ്രതിഷേധ പ്രകടനം നടത്തി. 24 കൊച്ചി. 8ാം ദിവസവും സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടർന്ന് ആശാ വർക്കർമാർ. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് സമരക്കാർ. ഇതിനിടെ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിനെതിരെ പോലീസ് കേസെടുത്തു. വേതന കുടിശ്ശിക അനുവദിക്കുക, ഹോണറേറിയം കൂട്ടുക, 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ വർക്കേഴ്സിന്റെ സമരം 8ാം ദിവസം പിന്നിടുമ്പോഴും അനുകൂല നിലപാട് സ്വീകരിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം. വ്യാഴാഴ്ച കേരളത്തിലെ മുഴുവൻ ആശാ വർക്കേഴ്സിനെയും സംഘടിപ്പിച്ച് മഹാസംഗമം സംഘടിപ്പിക്കും. 8ാമത്തെ ദിവസമാണ് ഈ വെയിലത്ത് വന്നിരിക്കുന്ന ഈ സർക്കാരിന് വേണ്ടി ഇത്രയും നാൾ പണിയെടുത്ത സ്ത്രീകൾ പറയുന്ന ഈ ഡിമാൻഡുകൾ കേട്ട് അത് പരിഹരിക്കാനുള്ളൊരു നടപടിയെടുക്കാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ലല്ലോ. പറഞ്ഞാൽ പണിയെടുക്കുന്നവൻ്റെ ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്ന സർക്കാരാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് അവർ. ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ പോലീസ് കേസെടുത്തു. അനധികൃതമായി സംഘം ചേരൽ, വഴി തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. വിശദീകരണം ആവശ്യപ്പെട്ട പോലീസ് നേതാക്കൾക്ക് നോട്ടീസ് നൽകി. അവർ സമരങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ സമര നേതാക്കളെ അറസ്റ്റ് ചെയ്ത് അല്ലെ സമര നേതാക്കളെ കേസിൽപ്പെടുത്തി ഈ സമരത്തിൻ്റെ ശക്തി കുറയ്ക്കാമെന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു കാരണവശാലും നടക്കത്തില്ല. അങ്ങനെ എന്തെങ്കിലും നടപടി ഉണ്ടാകുകയാണെങ്കിൽ ഇവിടെ
ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ആളുകൾ വന്നിരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ ആശമാരും ഇവിടെ വരും. അതേസമയം ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനാകില്ലെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിലപാട്. വിഷയത്തിൽ ധനവകുപ്പിന്റെ നിലപാട് തേടിയിട്ടുണ്ട്. ധനവകുപ്പ് പച്ചക്കൊടി കാണിച്ചാൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ചതിൽ ഗുരുവായൂർ ദേവസ്വത്തോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. ആനകളെ തുടർച്ചയായി എഴുന്നള്ളിപ്പിന് അയച്ചിട്ടുള്ള വരുമാനം കിട്ടിയിട്ട് വേണോ ദേവസ്വത്തിനെന്ന് കോടതി ചോദിച്ചു. അതേസമയം നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചോ എന്ന് വനംവകുപ്പിന്റെ അന്തിമ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലിടഞ്ഞ ആനകളായ പീതാംബരന്റെയും ഗോകുലിന്റെയും യാത്രാ ഭക്ഷണ രജിസ്റ്ററുകൾ പരിശോധിച്ച ശേഷമായിരുന്നു ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രനും S മുരളീകൃഷ്ണയും ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ആനകളെ കഴിഞ്ഞ 1.5 മാസമായി വിവിധ ജില്ലകളിലായി എഴുന്നള്ളിപ്പിനായി കൊണ്ടുപോകുന്നുണ്ടല്ലോ എന്ന് കോടതി ചോദിച്ചു. ഇത് വരുമാനത്തിനു വേണ്ടിയാണോ എന്നും ഈ വരുമാനം കിട്ടിയിട്ട് വേണോ ദേവസ്വത്തിനെന്നും ഡിവിഷൻ ബെഞ്ചിന്റെ ചോദ്യം. ആനകളുടെ പരിപാലനവും സുരക്ഷയും ഉടമയെന്ന നിലയിൽ ദേവസ്വത്തിന്റെ കടമയാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു. വാദത്തിനിടെ ഗോകുലെന്ന ആനയ്ക്ക് പരിക്കേറ്റതായി ദേവസ്വം അറിയിച്ചു. തുടർന്ന് ആനകൾക്ക് പരിക്കേറ്റതിൽ ഗുരുവായൂർ ദേവസ്വം വെറ്റിനറി സർജനും ആനകൾക്ക് മതിയായ ഭക്ഷണം ലഭിക്കുന്നുണ്ടോ എന്നതിൽ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടറും റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. കൊയിലാണ്ടിയിൽ പടക്കം പൊട്ടിക്കുന്ന സ്ഥലത്ത് എന്തിനാണ് ആനകളെ നിർത്തിയതെന്നും കോടതിയുടെ ചോദ്യം. സുരക്ഷിതമായി മാറ്റുന്നതിന് മുമ്പ് തന്നെ കതിന പൊട്ടിയതാണ് ആനയിടയാൻ കാരണമെന്ന് സർക്കാർ അറിയിച്ചു. വിഷയം അടുത്ത വ്യാഴാഴ്ച കോടതി പരിഗണിക്കും. അതേസമയം ആനയിടഞ്ഞു മരിച്ച 3 പേരുടെയും കുടുംബാംഗങ്ങളെ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ സന്ദർശിച്ചു. കുടുംബങ്ങൾക്കുള്ള ധനസഹായം മന്ത്രി കൈമാറി. 24 കൊച്ചി. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്ന് നടപ്പാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച സംസ്ഥാനത്തെ ആദ്യ വീട് കൈമാറി. 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് താക്കോൽദാനം നിർവഹിച്ചു. കണ്ണൂർ ചെറുപുഴ കോലുവള്ളിയിലെ ജെസ്സി സുരേഷ് ദമ്പതികൾക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. കണ്ണൂർ ചെറുപുഴയിലെ ജെസ്സി സുരേഷ് ദമ്പതികളുടെ സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നത്തിന് സാക്ഷാത്കാരം. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്നൊരുക്കുന്ന 100 വീട് ഭവന പദ്ധതിയിലെ ആദ്യ വീടാണ് നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽ കൈമാറിയത്. അർഹരായവർക്ക് കൈത്താങ്ങൊരുക്കാൻ കഴിയുന്നതിൽ അഭിമാനവും സന്തോഷവുമെന്ന് താക്കോൽദാനം നിർവഹിച്ച 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ്. 24നെ സംബന്ധിച്ചിടത്തോളം ഒപ്പം തന്നെ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനാർഹമായിട്ടുള്ളൊരു സമയമാണ്. 100 വീടുകളാണ് നമ്മൾ നിർമ്മിച്ചു നൽകുന്നത്. അതിപ്പോൾ കണ്ണൂരിലെ ചെറുപുഴയിൽ കോലുവള്ളിയിലാണ് ആദ്യത്തെ മനോഹരമായിട്ടുള്ള ഈ മലയോര ഗ്രാമത്തിലാണ് ആദ്യത്തെ വീട് നൽകുന്നത്. അഭിമാനാർഹമായ നേട്ടമാണ്. മാധ്യമപ്രവർത്തനം ഓഫീസിലിരുന്ന് അല്ലെങ്കിൽ ചാനലിലിരുന്ന് പ്രവർത്തിക്കുക മാത്രമല്ല, താഴോട്ട് ഇറങ്ങി വന്ന് പാവപ്പെട്ട ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളൊരു ദൗത്യം കൂടിയാണ് 24 ഏറ്റെടുത്തത്. വാടക വീട്ടിൽ നിന്ന് ജെസ്സിയും സുരേഷും ഇനി സ്വന്തം വീടിന്റെ തണലിലേക്ക്. ഇത്രയും സ്വപ്നമല്ല ഇങ്ങനെ വരവിട്ടാന്ന് പറയുന്നത് തന്നെ. ഇതിന് സഹകരിച്ചവർക്കും 24നും എല്ലാവർക്കും വളരെയധികം നന്ദി. 24 കണക്ട് റീജിയണൽ കോർഡിനേറ്റർ മനോജ് മാവേലിക്കര, കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ ഷൈബി എന്നിവരാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നിർവഹിച്ചത്. അത് പ്രത്യേകിച്ച് നന്ദി പറയേണ്ടത് പഞ്ചായത്ത്, വില്ലേജ്, ഇവിടുന്നൊക്കെയുള്ള സഹകരണമാണ്. നമ്മളെ പേപ്പർ വർക്കുകളൊക്കെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടന്നത്. അതുകൊണ്ടാണ് നമുക്ക് വീട് പറയുന്ന സമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അതിന് പ്രത്യേകം നന്ദി പറഞ്ഞേ പറ്റൂ. ഭവന പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 100 വീടുകളാണ് നിർമ്മിക്കുന്നത്. മറ്റിടങ്ങളിലെ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 24 കണ്ണൂർ. 24 റൗണ്ടപ്പിലേക്ക് വീണ്ടും പാലക്കാട് തിരുവേഗപ്പുറയിൽ പുലിയെ കണ്ടെന്ന് പ്രദേശവാസി. പുലിയെന്ന് തോന്നുന്ന ജീവി ചീറി അടുത്തെന്നും സമീപത്തൊരു നായ ഉണ്ടായതിനാൽ പുലി നായയ്ക്ക് നേരെ തിരിഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നുമാണ് ദൃക്സാക്ഷി പറയുന്നത്. രാത്രി 9 മണിയോടെയാണ് സംഭവം. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ട് നിന്ന്. നിഖിൽ, വിവരങ്ങൾ. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തെ ഒരു പ്രാദേശിക പാമ്പ് പിടുത്തക്കാരനായിട്ടുള്ള അബ്ബാസ് കൈപ്പുറം പുലിയെ കണ്ടതായി അറിയിച്ചിരുന്നു. ഫോറസ്റ്റ് ജീവനക്കാർ നടത്തിയ പരിശോധനയിൽ തെളിവുകളൊന്നും ലഭ്യമാകാത്തതിനാൽ ഇത് കാട്ടുപൂച്ചയാകാമെന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയായിരുന്നു. പുലിയെ കണ്ടെന്ന് സംശയിക്കുന്ന പ്രദേശം കാട്ടുപൂച്ചകളുടെ സാന്നിധ്യമുള്ള ഒരു ഇടം കൂടിയായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അത് അവഗണിച്ച് വിട്ടത്. പക്ഷെ നേരത്തെ കണ്ടെന്ന് പറയുന്ന പ്രദേശത്തിന് അടുത്ത് തന്നെ വീണ്ടും പുലിയെ കണ്ടു എന്ന് ദൃക്സാക്ഷി പറഞ്ഞതോടുകൂടി ജനങ്ങൾ വീണ്ടും ഭീതിയിലായിരിക്കുകയാണ്. പരിസരത്ത് അസാധാരണമായി നായകൾ കുരച്ചിരുന്നതായും പരിസരവാസികൾ പറയുന്നുണ്ട്.
എന്തായാലും വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് വനവകുപ്പ് സെക്ഷൻ ഓഫീസർ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ പുലി തന്നെയാണോ ഈ മേഖലയിൽ ഉള്ളത് എന്നുള്ള കാര്യം എന്ന സംശയം ബലപ്പെടുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്തുകയും ആവശ്യമെങ്കിൽ കൂടടക്കം സ്ഥാപിക്കുമെന്നുമാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശരി, നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏർപ്പെടുത്തിയ പ്രഥമ സ്വരാജ് മാധ്യമ പുരസ്കാരം 24 ചീഫ് റിപ്പോർട്ടർ സുർജിത് അയ്യപ്പത്തിന് മന്ത്രി എം ബി രാജേഷാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. 25,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് പുരസ്കാരത്തിന് പരിഗണിച്ചത്. ഗുരുവായൂർ നഗരസഭയിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയെക്കുറിച്ചുള്ള വാർത്തയാണ് പുരസ്കാരത്തിന് അർഹമായത്. ഈ മാസം 19-ന് ഗുരുവായൂരിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. 24 റൗണ്ടപ്പ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.